ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഹോം ഷെഫിന് കോഴ്സിനൊക്കെ പോയി കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ. അപ്പം ഇവർ നമുക്കിന്ന് റോസ്റ്റഡ് ചിക്കനോ ഓക്കെ റോസ്റ്റഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരും. നമുക്ക് ചോദിക്കാം. ഇവിടെ ഒരു 5 പേര് ഇപ്പം റൂമിൽ നമ്മുടെ ഇവിടെ ഉണ്ട്. ഒരാള് പോയിട്ട് പോയി കല്യാണത്തിന്. അത് നമുക്ക് ഇത്രയും പേരോട് ചോദിച്ചത് എങ്ങനെയാ അത് മനസ്സിലാക്കാം. ഓക്കെ, ഈ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറയുന്നതിന് വേണ്ടി ആദ്യം റോസ്റ്റഡ് ചിക്കൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് അങ്ങനല്ല, ഇത് ഞങ്ങളെ പഠിപ്പിച്ച മിസ് പറഞ്ഞത് നമ്മുടെ പണ്ടത്തെ കേരള ഈ കല്യാണത്തിനൊക്കെ ഇല്ലേ, അതിനൊക്കെ ഈ സദ്യക്കൊപ്പം വിളമ്പുന്ന രുചികരമായ ഒരു ഭക്ഷണമായിരുന്നു. സദ്യയില് പണ്ടൊക്കെ റോസ്റ്റഡ് ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. അതായത് ക്രിസ്ത്യൻ അല്ല, പണ്ടത്തെ സദ്യയില് ചിക്കനൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തിടും. പിന്നെ തേങ്ങാപ്പാല്, അതൊക്കെയാണ് ഇതിന്റെ റിച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ആദ്യം ചിക്കനില്ലേ നന്നായിട്ട് കഴുകി അതിനകത്ത് വെള്ളമില്ല ഇങ്ങനെ അമക്കി കളഞ്ഞ് പോയിന്റ് ഇങ്ങനെ അമക്കി കളഞ്ഞ് അതെങ്ങനെ നമ്മള് ചിക്കൻ പീസ് എടുത്ത് ഞെക്കി കളഞ്ഞ് വെള്ളമെല്ലാം കളയണം. വെള്ളമെല്ലാം കളഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ തൊട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ചിക്കൻ തൊട്ടിട്ടുണ്ട്. അത് തൊട്ടിട്ടില്ലാത്ത ആ നീനയുടെ എന്ത് അഭിപ്രായം? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അത് ശരി. അപ്പൊ നീ അത് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പേ? ഓക്കെ, കണ്ടിന്യൂ. ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, വെള്ളം കളഞ്ഞ് വെച്ചു. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല ഇല്ലേ, നമുക്ക് ഇവര് തന്ന മസാല ഇവരുണ്ടാക്കിയ മസാല കൂടെ പഠിച്ചിട്ട് വരേണ്ടതാണ്. നമുക്കിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാനുള്ള ലാഭം നമ്മൾ സാധാരണ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഒരു നുള്ളുപ്പ് നമുക്ക് ലാസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് ഉപ്പിട്ട് ഈ ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇളക്കി കുറച്ച് നമ്മുടെ എണ്ണയിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഫ്രൈ ചെയ്ത സാധനം മാറ്റി വെക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സവോള ഇങ്ങനെ സ്ലൈസ് ചെയ്യണം. ചോപ്പല്ല, സ്ലൈസ് ചെയ്യണം. ചോപ്പ് സ്ലൈസ് തമ്മിലുള്ള വ്യത്യാസം പറയും. പഠിച്ചിട്ടുണ്ട്. അപ്പൊ സവോള നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം സവോള സ്ലൈസ് ചെയ്യുമ്പോൾ ഈ കട്ടി കൂടുതൽ വരുന്ന ഭാഗമില്ലേ, ആ നടുക്കത്തെ സെന്റർ പോർഷൻ ഒക്കെ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് 80% നമ്മൾ ഈ സ്ലൈസ് ചെയ്ത സവോള അതെടുത്ത് കുറച്ച് ഉപ്പിടും. നമുക്ക് അതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും സവോളയിൽ നിന്ന്. അപ്പൊ അത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ടില്ലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതൊരു ടേസ്റ്റ് കൂടും. നമ്മൾ ഈ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ടൊക്കെ ആണല്ലോ യൂസ് ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ കറിയുടെ മണ്ടയില് എന്നിട്ട് ഇതെടുത്ത് ആ വറുത്ത് വെച്ചിരിക്കുന്നത് കൂടെ നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും കുക്കിംഗ് പരിപാടി തുടങ്ങാൻ പോവുക. അതായത് നമ്മളെ ചീനച്ചട്ടി എടുത്ത് വെക്കുക, അതിലോട്ട് എണ്ണ ഒഴിക്കുക, പിന്നെ നമ്മള് സവോള ഇടുക. 20% ആ സവോള ഇല്ലേ അത് പ്ലസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇത്ര എല്ലാം കൂട്ടി നല്ല വരട്ടി ഒന്ന് എടുക്കുക. അത് കഴിയുമ്പോ നമ്മൾ അതിലേക്ക് ഇത് കറി പൗഡർ ഇടുക. അളവ് അനുസരിച്ച് മാറും ഓരോരുത്തരുടെയും. മൂന്ന് പേർക്കുള്ളതാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കണം. വരട്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഈ ചിക്കൻ മസാല ഇല്ലേ, നമ്മളിപ്പോ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പകരം കുറച്ച് ഈ ചിക്കൻ മസാല ആവശ്യമുള്ള എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി ഇടുവാണെങ്കിൽ ആ കരിയാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പൊ എന്നിട്ട് അതുകൂടെ ഇട്ട് നന്നായിട്ട് വരട്ടി എടുക്കാം. ആവശ്യമുള്ള തക്കാളി ചോപ്പ് ചെയ്തിട്ട് കുനുകുന അരിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് അത് നന്നായിട്ട് അതിന്റെ ഉടഞ്ഞു വരണം. തക്കാളി എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ശരിക്കും സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ് ആഡ് ചെയ്യുന്നത്. ചിക്കന്റെ ബോണിട്ട് തിളപ്പിച്ച വെള്ളം നമുക്കിപ്പോ അതൊന്നും അവൈലബിൾ അല്ല. അപ്പൊ സാധാ വെള്ളം ആവശ്യമുള്ള ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ, ഇല്ല കറി പോലെ. ഇപ്പൊ നമ്മള് റോസ്റ്റ് ആയിട്ട് കുറച്ചൊരു ഗ്രേവി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചിക്കൻ ഇല്ലേ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ
അതോടെ ഇതിലേക്ക് ഇട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി. അപ്പൊ നല്ല മണമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. അതല്ല, അപ്പൊ നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളെ ടോട്ടൽ എത്ര ടീം ഉണ്ടായിരുന്നു? 10 ടീം. ഈ 10 ടീമിന്റെ ഉണ്ടാക്കുന്നതിന്റെ മണം ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മണം മാത്രം കേൾക്കാൻ പറ്റുന്നുള്ളൂ. അത് വളരെ നല്ലൊരു മണമായിരുന്നു നമ്മുടെ. ശരി, കാഷ്നട്ടൊക്കെ എണ്ണയിൽ വറക്കുമ്പോൾ നല്ല മണം വരും. ഓക്കെ പറയട്ടെ. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ ഈ എണ്ണ ഇതിട്ട് നന്നായിട്ട് വെക്കുമല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എല്ലാം ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പം കൂടുതൽ ഉപ്പാണെങ്കിൽ നമ്മൾ ആ ഉപ്പിലൊന്ന് സഹിച്ച് നിൽക്കത്തേ ഉള്ളൂ. കുറച്ച് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമല്ലേ, ഇവര് തന്നെ കറി പൗഡറില്ലേ സാറിന്, അതിനകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. ഞാൻ ഉപ്പ് കൂടുതൽ തിന്നാളായോണ്ട് എനിക്കത് ഓക്കെ. അപ്പൊ അതങ്ങനെ. അപ്പൊ ഇത് ചിക്കനോട് ഇട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അപ്പം നോക്കണം. നോക്കിയിട്ട് വേണമെങ്കിൽ ഇടുക, അല്ലെങ്കിൽ അതുപോലെ ചേർത്താൽ മതി. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മള് തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലൂടെ ലാസ്റ്റ് ഇതിലേക്ക് ഇടുക. ഒരു ചെറിയതായിട്ട് തിള തുടങ്ങുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. തേങ്ങാപ്പാൽ അത് വരാതിരിക്കാൻ നമ്മൾ ജസ്റ്റ് നമ്മൾ സാധാ താറാവ് കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പൊ അതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും നല്ല മണം ഇങ്ങനെ ഡെലീഷ്യസ് ആയിട്ടുള്ള സാധനം. കുറെ നമ്മള് ഗൈസ് നമ്മളൊരു സാധനം വിട്ടുപോയി. അപ്പൊ നമ്മളിതൊരു ഇപ്പൊ അതങ്ങനെ ആയല്ലോ. നമ്മൾ നേരത്തെ ഒരു സവോള പുറത്ത് വെച്ചിരുന്ന മാറ്റി വെച്ചില്ലേ, അത് ഇതിന്റെ മണ്ടലോട്ട് ഇട്ടോ നന്നായിട്ട് ഇളക്കി എടുക്കുക. പിന്നെ നെയ്യിൽ വറുത്ത കാഷ്നട്ടും കിസ്മിസും അതുകൂടെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിട്ട് ചിക്കൻ കറിയുടെ ഓക്കെ. അതോടെ നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ റെഡി.